എടാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, അവള് വന്നോളൂ. എന്നാലും ഒരു ടെൻഷനടാ. അഥവാ വന്നില്ലെങ്കിൽ എന്തോ ചെയ്യും? ഇന്നലെ കണ്ടപ്പോ പറഞ്ഞില്ലേ അയാൾ ഓരോന്ന്? പിന്നെന്താ? അല്ല, അങ്ങനെ പറഞ്ഞില്ല. ഞാൻ വരുമോന്ന് ചോദിച്ചപ്പോ അവളൊന്ന് ചിരിച്ചു. അപ്പൊ ഞാൻ കരുതി അവള് വരുമെന്നല്ലേ? ഇന്നലെ മര്യാദയ്ക്ക് കിടന്ന് എന്നെ വിളിച്ചിട്ട് ഇന്ദുവിനെ കാണണം, ഇന്ദുവിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞത് ആരാ? ഞാനോ? നീ? എന്നിട്ടിപ്പോ അവിടെ വരുമോ ഇല്ലെന്ന് അറിയില്ല പോലും. ദേ, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കല്ലേ. ദേ ജാൻവി, ജാൻവി, എന്തു അവിടെ? ഞാൻ വീട്ടിൽ പോയപ്പോ ആന്റി പറഞ്ഞത് അവള് നേരത്തെ പോന്നെന്നാ. എന്നോട് പറഞ്ഞില്ല നേരത്തെ വരുന്നെന്ന്. ആണോ? പക്ഷെ ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ. ഇന്നലെ ഞാനൊന്ന് ചെറുതായിട്ട് ചൂടായി. ഇനി അതിന്റെ പേരിലെങ്ങാനും പിണങ്ങി വന്നതാണോന്നും അറിയില്ല. ധ്രുവ, എടാ ഇന്ദു എന്തിയേ? അടുത്തത് അവളുടെ പ്രോഗ്രാമാ. ദേ, നിന്റെ ഒരൊറ്റ വിശ്വാസത്തില ഞാൻ ഇന്ദുന്റെ പേര് കട്ട് ചെയ്തേ. അതിന് എന്ത് പ്രോഗ്രാം ഇല്ലെന്ന് പറഞ്ഞു തന്നല്ലോ. പിന്നെ എങ്ങനെയാ? പ്രോഗ്രാമിനില്ലെന്നോ? എടാ നീയല്ലേ പറഞ്ഞ അവളുണ്ടെന്നും പേര് കട്ട് ചെയ്യണ്ടെന്നും. മധു, അത് പിന്നെ മധു, ഇന്ദു വന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് ചെന്നേ. ഭാഗ്യം വന്നു, രക്ഷപ്പെട്ടു. ഇന്നലെ വരെ പ്രോഗ്രാം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നാ പറ്റി? എനിക്ക് എന്നെ മനസ്സിലാവുന്നില്ല പിന്നെ. ഒരൊറ്റ രാത്രി കൊണ്ട് മാറാൻ മാത്രം എന്താ ഉണ്ടായ? ഇന്ദു, റെഡിയാങ്കി വാ, ടൈമായി. கட்டி மண்ணில் கொண்டு வாவா, ஆலாலா பறந்து செல்லவா, வானவில்லை தாண்டவா, காற்றிலே தூரம் செல்லவா, நீள நீளம் தாண்ட பாலம் செய்யவா, மேகமேடையில் ஜோடி சேர. ഇന്നലെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ നേരത്തെ പോകുന്നു. കേൾക്കാത്ത പോലെ നിൽക്കാം, കാണിച്ചു തരാം മോളെ. ഈ കണ്ട ചെവി കേട്ടൂടി. എന്റെ മാറാവേ, ഞാനിത് എന്തൊന്നാ കാണുന്നേ? ചിരിച്ചങ്ങ് മരിക്ക. ഇയാളെന്താ പെൺപിള്ളേരെ കണ്ടിട്ടില്ലേ? അങ്ങനെ സംസാരിക്കാൻ വേണ്ടി കാത്തു വയ്ക്കാൻ കുറെ വാലുകൾ. ഈശ്വര, ജാൻവി ഇവിടെ നിന്ന് സ്കൂട്ടാവുന്നതാ നല്ലത്. ഒന്ന് നിന്നേ. അടിപൊളി, എന്റെ കാര്യത്തിൽ തീരുമാനമായി. ആ, ജാൻവി അവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ആണോ? എന്നെ കണ്ടില്ലല്ലേ? എങ്ങനെ കാണാനാ? ഈയുടെ ശ്രദ്ധ മൊത്തം മറ്റു ചില കാര്യങ്ങളിലായിരുന്നില്ലേ? അല്ല, ഞാനൊന്ന് സഹായിച്ചെന്നേ ഉള്ളൂ. ഹെൽപ്പ് ചോദിച്ച സഹായിക്കാതിരിക്കുന്നത് മോശമല്ലേ? ആണോ? ഇപ്പൊ പോകുന്ന വഴിയിൽ ആര് ചോദിച്ചാലും തന്നെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കോ? ഇയാളെങ്ങനെ എന്നോട് ചൂടാവുന്നേ? തന്റെ സംസാരം കണ്ടെത്തൊന്നും ഞാൻ തന്റെ കാമുകനാണെന്ന്. അയ്യേ, നന്നായിട്ടുണ്ട് കാമുകനാ കാണാൻ. ദേ, എന്നെ കൂടെ കൂടുതൽ പറയിപ്പിക്കല്ലേ. ആട്ടെ, തനിക്ക് ഇന്നലെ ഒന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടായിരുന്നോ താൻ നേരത്തെ പോകുമെന്ന്? അല്ലേ, തന്നെ ഞാൻ എന്നും കൊണ്ടാക്കുന്നല്ലോ പറഞ്ഞിരുന്നോ? ഓഹോ, ഇപ്പൊ കുറ്റം എന്റേതായോ? അല്ല, തന്നോടെല്ലാം പറയണമെന്ന് വല്ല കരാറിൽ ഒപ്പിട്ട് വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല, താൻ എന്നോട് വല്ലതും പറയുന്നുണ്ടോ? അതിന് തന്നോടെല്ലാം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇത് ഒരുപാട് സബ്ജക്ട് മാത്രം നോക്കല്ലേ. അല്ല, താൻ ഇങ്ങനെ സംസാരിക്കണ കണ്ടാൽ തോന്നും താൻ എനിക്ക് വേണ്ടി കാത്തുന്ന പോലെയാണല്ലോ. എന്തേ,
താൻ എനിക്ക് വേണ്ടി വല്ല കാത്തു നിന്നോ? തന്നെ കത്തും കണ്ട ആവശ്യം എനിക്കെന്നാ? കാത്തു നിന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ചൂടാവുന്നേ? എന്നാലും തനിക്കൊന്ന് പറഞ്ഞിട്ട് വെക്കൂടെ? പറഞ്ഞില്ലേ താൻ എന്തോ ചെയ്യും? ഇത് കളിക്കില്ലേ? അങ്ങോട്ട് മാറി. ഇല്ല, ഞാൻ മാറില്ല. തന്റെ പ്രശ്നം എന്താന്ന് വെച്ചാ അത് സോൾവ് ആക്കിയിട്ട് ഞാൻ മാറതേ ഉള്ളൂ. തന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് താൻ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. എനിക്കൊരു പ്രശ്നമില്ല. ഏതങ്ങോട്ട് മാറിയേ. അങ്ങനെ അങ്ങ് പോയാലോ? ഇത് കുറച്ച് കൂടുന്നുണ്ട്. അങ്ങോട്ട് മാറി. എല്ലാവരും നമ്മളെ നോക്കുന്നേ. നോക്കട്ടെ, തനിക്ക് അതുപോലെ പ്രശ്നമുണ്ടോ? തന്റെ പ്രശ്നം തീർക്കാൻ ഇനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ. തന്നെ ഞാനങ്ങ് കയറി പ്രേമിക്കട്ടെ. എന്നതാ? തന്നെ ഞാനങ്ങ് കയറി പ്രേമിക്കട്ടേന്ന്. ഇത് താനെപ്പോഴോടെ ഇങ്ങോട്ട് ലാൻഡ് ചെയ്ത്? ഒന്നും പറയണ്ട എന്റെ മോനെ. മെനഞ്ഞാൻ എത്തിയതാ. പിന്നെ റിലേറ്റീവ്സിനെ എല്ലാം തല കാണിക്കണ്ടേ? അത് കഴിഞ്ഞ് ഇപ്പോഴാ ഒന്ന് ഫ്രീ ആയേ. പിന്നെ സ്ട്രെയിറ്റ് ഇങ്ങോട്ട് പോന്നു. ഇത് ഇനി ആരാണ് അടുത്ത കുരിശ്? അല്ല, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ? എല്ലാരും പ്രോഗ്രാമിന്റെ തിരക്കില്ല, അതാ കാണാത്ത. ആട്ടെ, തന്റെ ബാംഗ്ലൂർ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഒന്നും പറയണ്ട എന്റെ മോനെ. വൻ ബോറ. നമ്മുടെ ഇവിടെ കിട്ടുന്ന സുഖം അവിടെ ഇല്ലെന്നേ. സുഖം കിട്ടി ഇയാൾ എന്നെ കണ്ട് വിനോദയാത്രയ്ക്ക് പോയതാണോ? അല്ല, നിന്റെ അമ്മച്ചി എന്നാ പറയുന്നു? സുഖം. നിന്നെ പറ്റി ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. കണ്ടോ അമ്മച്ചിക്ക് എങ്ങനെ എന്നോട് സ്നേഹമുണ്ട്. മോന് പോലുമില്ല. എടാ, എത്ര വർഷമാണ് ഞാൻ ബാംഗ്ലൂർ പോയിട്ട്. ഒന്ന് വിളിക്കാനുള്ള മര്യാദയെങ്കിലും കാണിച്ചൂടെ? ഏതു എന്റെ ഓഫർ അപ്പനെ എന്നെ പിടിച്ച് കെട്ടുന്നവരേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ പെണ്ണ് വെച്ച് വന്നോളൂ. കെട്ടാന്? അല്ല, ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നു? എടാ, താൻ ആദ്യം പോയി ചെന്ന് എല്ലാരും കാണാൻ നോക്കും. ബാക്കി കാര്യം പിന്നെ. പോണുണ്ടില്ലേ? പെണ്ണ് വെച്ച് വന്നെന്ന് പോലെ. പൊന്നു മോളെ ചാമ്പി, ഇനി ഏതും എന്റെ കുഴങ്ങും. ഇത്രയും ദിവസം നീ എന്നെ ഇട്ട് കറക്കിയില്ലേ? കാണിച്ചു തരാം മോളെ. ഇത് സൂപ്പറായിട്ട് കളിച്ചല്ലോ. ഒരു രക്ഷയില്ലായിരുന്നു. സാറിവിടെ ഉണ്ടായിരുന്നോ? ഇപ്പൊ എന്താ പറയുന്നത്? കൈയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയ ഡാൻസ് എന്നാണ് ചിലരുടെ വിചാരം എന്നല്ലേ നീ പറഞ്ഞത്? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. ഞാൻ ദേ എന്റെ ഉടവാളം പരിചയം കീഴടക്കി എന്റെ തോൽവി സമ്മതിച്ചിരിക്കുന്നു. പോരെ. ഹലോ, എന്താണ് ഇവിടെ ഒരു പരിപാടി? എടി ദീപ്തി, താനെപ്പോഴാ എത്തിയ? ഞാൻ എത്തിയടാ. ഇന്നാ ഒന്ന് ഫ്രീ ആയേ. പിന്നെ നിങ്ങളെ കാണണം തോന്നി ഇങ്ങോട്ട് പോന്നു. എന്നാലും നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ കസിൻ ഉണ്ടായിരുന്നു കൊണ്ടാക്കാൻ. പിന്നെ നമ്മളായിട്ട് എന്തിനാ സർപ്രൈസ് കളയുന്നേ? തനിക്ക് പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇതെന്തു, നമ്മുടെ ജൂനിയറാ. ആള് നല്ല ഡാൻസർ ആട്ടോ. ആരെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മാനം കാക്കാൻ. നൈസ് ടു മീറ്റ് യു ഇന്ദു. എന്തായാലും നിങ്ങളെ പരിപാടി നടക്കട്ടെ. ഞാൻ ടീച്ചേഴ്സ്മാരൊക്കെ ഒന്ന് കണ്ടേച്ചു വരാം. എന്തു, എനിക്ക് താൻ റെസ്റ്റ് എടുക്ക്. അത് കഴിഞ്ഞ് പ്രോഗ്രാം കാണാൻ വന്നേക്ക് കേട്ടോ. ഓക്കെ, ആരുമില്ല. ഇതാണ് പറ്റിയ അവസരം. വെറുതെ സമയം കാണണ്ട. എന്തോ നശിപ്പിച്ച് എല്ലാരും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട ആവശ്യം എന്താ? ഇന്ദു, നീ സൂപ്പറായിട്ടാ കളിച്ചത്. എന്നാലും നിനക്കൊന്ന് പറഞ്ഞൂടായിരുന്നോ? ഇതായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വഴക്കൊന്നും പറയത്തില്ലായിരുന്നല്ലോ. ദേ, എന്നോട് പിണക്കൊന്നുമില്ലല്ലോ. ഞാൻ അറിയാതെ പറഞ്ഞു പോയതല്ലേ. ഇതെന്നെങ്ങാനും തീരും. ഇത് എന്തിനാ അവിടെ കിടന്ന് തിരുവാതിര കളിക്കുന്നത്?
ഓ ഓ ഓ ഓ ഓ അപ്പൊ അതാണ് കാര്യം. ശരിയാക്കി തരാം. അതെ, എന്താ? താൻ ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം പറയണ്ടേ. എന്തിനാ? തനിക്ക് എന്തെങ്കിലും പറയാണ്ട് ഇവിടെ നിന്ന് പറഞ്ഞാ പോരെ? എടോ, അത് ഇവിടെ പറഞ്ഞ ശരിയാക്കില്ല. താൻ ഇങ്ങോട്ട് വന്നേ. ഞാനൊന്നും അറിഞ്ഞില്ല. താൻ ഇങ്ങോട്ട് വന്നേ. അങ്ങനെ ആ ശല്യം പോയി കിട്ടി. ഇനി സമയം കളയണ്ട, ഇല്ലേ വേറെ വല്ല കുരിശും കയറി വരും. എന്തോ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഉദ്ദേശിച്ചത് തന്നെ ഡാൻസ് കൊള്ളാന്നാ. പിന്നെ ആ തരക്കേടില്ല. സമയം കിടക്കല്ലേ, താൻ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയാ മതി. എടാ, ഞാൻ ചുമ്മാ നടന്നതാ. താൻ സൂപ്പറായിട്ടാ കളിച്ചേ. പിന്നെ എനിക്ക് തോന്നിയതാവും, താൻ കളിച്ചപ്പോ എന്തോ എനിക്ക് വേണ്ടി കളിച്ചതുപോലെയൊക്കെ തോന്നി. അതെന്റെ ഒരു ഊഹം മാത്രമാ. ഇന്നലെ ഞാൻ തന്റെ വീട്ടിൽ വന്ന് പോയപ്പോ ഞാൻ കരുതി താൻ വീട്ടിൽ പറഞ്ഞ് നല്ല പ്രശ്നമായെന്നാ. പിന്നെ ഇതെന്റെ ഡെയിലി ഹോബിയൊന്നുമല്ല കേട്ടോ. അല്ല, ഈ മതില് ചാട്ടാമേ. പിന്നെ എനിക്ക് അത്ര വേണ്ടപ്പെട്ടവരോട് മാത്രമേ ഞാനിങ്ങനെ ചെയ്യാറുള്ളൂ. ഇപ്പൊ തന്നെ എന്റെ മനസ്സിലുള്ളത് അവളോട് പറഞ്ഞല്ലോ. അതെ, എനിക്ക് തന്നോടൊരു കാര്യം. അത് അത് പിന്നെ എനിക്ക് തന്നോട് അത് 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 പിന്നെ ഞാൻ പോട്ടെ, നമുക്ക് പിന്നെ കാണാം. ഇത് പറ്റില്ല, ഇതിനെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. ഇങ്ങനെ പോയാ ഓട്ടം പറ്റില്ല. എടാ, നീ പൊട്ടനാണോടാ? ഇല്ല ധ്രുവ, കോൺസെൻട്രേറ്റ്. ഇനിയൊരു ചാൻസ് കിട്ടിയാ വിട്ട് കൊടുക്കാനേ പാടില്ല. ഓ ജാൻവി, എന്ത് വന്നേ? എടാ ജാൻവി, ജാൻവി നിക്ക്. ഇയാൾക്ക് എന്നാ വേണ്ടേ? താനെന്തോ കണ്ടിട്ട് കാണാത്ത പോലെ പോന്നെ. അത് എന്റെ ഇഷ്ടം. തന്നെ ബോധ്യപ്പെടുത്തി ജീവിക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. അല്ല, തന്നെ കൊണ്ടാക്കാൻ. താൻ കൊണ്ടാക്കിയിട്ട് വേണ്ട എനിക്ക് പോവാൻ. അത് മാത്രമല്ല, എന്തിനു നല്ല തലവേദന ഉണ്ട്, അവിടെ ഞാൻ പോയേ പറ്റൂ. തലവേദന? ഇന്ദുനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. അതിന് എന്തുകൊണ്ട് തലവേദനയാണെന്ന് തന്നെ ബോധ്യപ്പെടുത്തിയാലേ തലവേദന ആകുള്ളൂ. എടാ ഏതു? ഓ വന്നല്ലോ, ഇവിടെ കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എടാ, എന്നെ ഒന്ന് വീട് വരെ കൊണ്ടാക്കി തരോ? എന്തു പറ്റിയോ? അത് പിന്നെ രാവിലെ ഞാൻ എൻ്റെ കസിൻ്റെ കൂടെ വന്നു. പക്ഷെ അവന് അത്യാവശ്യമായിട്ട് പുറത്തു പോകണമെന്ന്. എടാ, നിനക്ക് എൻ്റെ വീട് അറിയാലോ, നീ ഒന്നും കൊണ്ടാക്കി തരോ? അതെ അതെ അതെ, ഉറപ്പായിട്ടും കൊണ്ടാക്കി കൊടുക്കും. പള്ളിയിൽ പെൺപിള്ളേരെ സഹായിക്കാൻ വലിയ ഉത്സാഹമാണത്. കാണിച്ചു തരാം മോളെ, ഇത് എനിക്ക് കിട്ടിയ ലോട്ടറി ടിക്കറ്റ്. എടാ, നിന്നെ ശല്യപ്പെടുത്തേണ്ടെന്നറിയാം. നിനക്കറിയാലോ, ഞാൻ ഇന്നേ വരെ ബസ് വരെ ശീലിച്ചില്ല. അതുകൊണ്ടാടാ. കുഞ്ഞു വാവെന്ന് വിചാരം. ഒന്ന് ബസ് വരെ പോയി എടുക്കണ്ട. താൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ കൊണ്ടാക്കി തരാം. താൻ വാ, ഞാൻ കൊണ്ടാക്കി തരാം. എന്തു എന്റെ കയ്യിൽ മേടിച്ചോണ്ട് പോകും പറഞ്ഞേക്കാം. ആണോ? കർത്താവ് എനിക്ക് 2 കാല് തന്നിട്ടുണ്ട്, ഞാൻ അങ്ങനെ നടന്നു നോക്കിയോളാം. നീ കൂടുതൽ ചിരിക്കല്ലേ?
നിന്നെക്കത് നിൽക്കുന്നതായിരിക്കും അല്ലേ? അത് കുഴപ്പമില്ല, എനിക്കൊരു ബുക്ക് മേടിക്കാനുണ്ട്. നീ എന്നെ കത്ത് നിന്ന് നേരം വൈകും, അതുകൊണ്ട് പൊയ്ക്കോ. ഇല്ല, മറക്കില്ല, നീ പൊയ്ക്കോ. നമ്മളെന്താ ഇവിടെ നിർത്തിയേ? വീട്ടിൽ നീ ഇവിടുന്ന് കുറച്ച് നടന്നാ തന്റെ വീട്ടിലോട്ട് പോകാനുള്ള ബസ് കിട്ടും. എടാ, ഞാൻ അങ്ങനെ ബസ് കയറി ശീലിച്ചില്ലാടാ. അതിന് താനൊന്നും ചെയ്യണ്ട. നീ ഇവിടുന്ന് കുറച്ച് നടന്നാ ഒരു ബസ് സ്റ്റോപ്പ് കാണും. അവിടുന്ന് തന്റെ റൂട്ടിലോട്ട് പോകുന്ന ഒരുപാട് ബസ് ഉണ്ട്. താൻ ആരോട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും. എടാ, നീയും കൂടെ വാ, പപ്പേനെയും അമ്മച്ചനെയും കണ്ടിട്ട് പോവാം. എത്ര നാളെ നീ വീട്ടിൽ വന്നിട്ട്? ഞാൻ പിന്നെ ഒരു ദിവസം വരാം. ഞാൻ പോട്ടെ. എടാ നിക്ക്, നീ ഞാൻ ധൃതി കാണിക്കുന്ന കണ്ടാ തോന്നുന്നു നിനക്ക് വേണ്ടി ആരോ കാത്തു വെക്കുന്ന പോലെ. തന്നോട് ഞാൻ എല്ലാം വിശദമായിട്ട് പിന്നെ പറയാം. ഞാൻ പോട്ടെ. എടാ യദു, ഡാ. എത്ര നേരം കൂടെ കാത്തിരിക്കുക, ഒരു ബസ്സൊന്നും ഇല്ലല്ലോ. എനിക്ക് എന്തിന്റെ ഇണക്കേടായിരുന്നു. മര്യാദയ്ക്ക് എന്തിനോട് പോണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഏത് വലിയത്? ഏത്? വേണ്ട 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 വേണ്ട, എന്നെ കൂട്ടാക്കത്തെ അവളെ വിളിച്ചിട്ട് പോയതല്ലേ, അങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇയാളിത് എവിടെ പോയി? ആ, ആളെ കിട്ടിയല്ലോ. നോക്കുന്നുണ്ടല്ലേ? ഞാൻ എന്തിനും മുഖം കൊടുക്കാൻ പോകുന്നില്ല. ഇയാളെന്താ മിണ്ടാ നിൽക്കണേ? എടോ വാടോ, നമുക്ക് പോയാലോ? എങ്ങോട്ട്? ഞാനടുത്തുമില്ല. തന്റെ കൂടെയുള്ള ആളെ കൊണ്ടാക്കാൻ വലിയ ഉത്സാഹമായിരുന്നല്ലോ. എന്തേ, അയാളെ കൊണ്ടാക്കി ക്ഷീണിച്ചു പോയോ? ഓ ഓ, അപ്പൊ അതാണ് കാര്യം. എടോ, താനിങ്ങനെ പൊസസീവ് കാണിക്കാതെ. എടോ, താനിങ്ങനെ പൊസസീവ് കാണിക്കുന്ന എന്തിനാ? എന്റെ കൂടെ പഠിച്ചൊരു കുട്ടീനെ ഞാൻ ഡ്രോപ്പ് ചെയ്തു. പക്ഷേ തന്റെ സംസാരം കണ്ടാ തോന്നും താനും ഞാൻ തമ്മിൽ പ്രേമത്തിലാണെന്ന്. എന്തിനാ ജാൻവി ഇത്ര ക്രൂരത എന്നോട് കാണിക്കുന്നത്? എന്തായാലും എനിക്ക് തന്റെ സഹായം വേണ്ട പോകാൻ. ഒന്നും ഏൽക്കുന്നില്ലല്ലോ. എടോ, താനിവിടെ നിന്നിട്ട് ഒരു പ്രയോജനമില്ല. ഇത്ര ലേറ്റ് ആണ്, ബസ്സിന് കിട്ടുമെന്ന് തോന്നുന്നില്ല. ആയിക്കോട്ടെ, ഞാനങ്ങ് സഹിച്ചു. കർത്താവ് എനിക്ക് 2 കാല് തന്നിട്ടുണ്ട്, ഞാൻ അങ്ങനെ വെച്ചോളാം. ദേ, ഇതാണ് ഈ സ്റ്റോപ്പിലെ അവസാനത്തെ ബസ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല തന്നോട്. അത് മാത്രമല്ല, ഇത് തന്റെ റൂട്ടിലോട്ട് പോകുന്ന ബസ്സും അല്ല. ജാൻവി നിക്ക്. എടോ, താനിത് എത്രയെന്നും പറഞ്ഞ് നടക്കും? ഇപ്പൊ തന്നെ മണി 4. തന്റെ വീട്ടിലെത്തുന്നതിന് ഒരു നേരവും. ആയിക്കോട്ടെ, ഞാനങ്ങ് സഹിച്ചു. എന്ത് കഷ്ടമാണ്. ഇനിയിപ്പൊ എന്താ ചെയ്യാ? വഴിയുണ്ട്. അയ്യോ, എന്തു പറ്റി? എടോ, താൻ ഈ വഴിയാണ് പോകാൻ പോന്നെ? എന്റെ ദൈവമേ, ഈ വഴിക്ക് ഇപ്പൊ എന്താ പ്രശ്നം? കുഴപ്പം എന്താന്നോ? എടോ, തനിക്ക് ഈ വഴിയെ പറ്റി ഒന്നും അറിയത്തില്ലേ? എന്തറിയാൻ? എടോ, താൻ ആ വീട് കണ്ടോ? ആ വീട്ടിനിപ്പോ എന്താ കുഴപ്പം? എന്താ കുഴപ്പമൊന്നു? എടോ, ഇവിടെ ആ ഒരു പെൺകൊച്ചിനെ മൃഗീയമായി വെട്ടി തുണ്ടും തുണ്ടും ആക്കി ദേ ആ കാണുന്ന ബംഗ്ലാവിലെ കുഴിച്ചിട്ട്. ഓ പിന്നെ, ഇപ്പോഴത്തെ കാലത്ത് പ്രേതം വിശേഷമൊന്നുമില്ല. ആ, ഇതുപോലെ ഒരു പെൺകൊച്ച് സംസാരിച്ചിട്ട് പോയിട്ട് ലാസ്റ്റ് എന്താ സംഭവിച്ചെന്നറിയോ? ആ പ്രേതം വന്ന് ആ പെൺകൊച്ചിന്റെ കണ്ണെല്ലാം പിഴുതെടുത്ത് ഉടലെല്ലാം വലിച്ചൂരി. ഷോ, പിന്നെ ആ കൊച്ചിന്റെ എല്ല് മാത്രമേ തിരിച്ചു കിട്ടിയുള്ളൂ. ഓ പിന്നെ, ഇത് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും കള്ളക്കഥയാണെന്ന്. അയ്യോ, ദേ പ്രേതം. ഷേ, തനിക്ക് പ്രേതത്തിനൊന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ താൻ ഇത്രേ ഉള്ളൂ? ആര് പഠിച്ചു? ഞാൻ പഠിച്ചൊന്നുമില്ല. തന്റെ കൂടെ വരണം, അത്രയല്ലേ ഉള്ളൂ. അതൊന്ന് മര്യാദ പറഞ്ഞാ പോരെ, ചുമ്മാ ഒരു കള്ളക്കഥയും പറഞ്ഞോണ്ട്. അല്ലാണ്ട് എനിക്ക് പേടിയുണ്ടായിട്ടൊന്നുമല്ല. ആയിക്കോട്ടെ, ഇപ്പൊ പോവാം.
മോളെ ദേ ഇതും കൂടെ. ആ പിന്നെ മോളെ, അച്ഛന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നില്ലേ ആ കുമാർ, അയാൾ ഇന്ന് രാവിലെ വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് എന്തോ കാണണമെന്നാ പറഞ്ഞേ. ചിലപ്പോ പപ്പയുടെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ബാക്കി ഓഫീസിൽ കാണും. എന്തായാലും അമ്മച്ചി ഒരു ദിവസം പോയി കണ്ടേച്ചാൻ വരാം. ഞാൻ പറയാൻ വിട്ടുപോയി, ഇന്നലെ വല്ല ശബ്ദം കേട്ടായിരുന്നോ? ഇന്നലെ അമ്മച്ചി വെള്ളം എടുക്കാൻ പോയപ്പോ എന്തോ ഒരു ചക്ക വീണ പോലെ ഒരു ശബ്ദം കേട്ടു. അല്ലെന്നേ, ഞാൻ നോക്കിയപ്പോ ഒരു രൂപം നടന്ന് പോകുന്ന കണ്ടു. സാധാരണ കള്ളന്മാരെ ശല്യം ഇല്ലാത്തതാ, ഇതിപ്പോ അതും തുടങ്ങിയോ ആവും. എന്നാ വീട് കുത്തിപ്പൊളിക്കുകയോ കക്കേ ഒന്നും ചെയ്തില്ല. ഇതിനി ഏത് ടൈപ്പ് കള്ളനാണോ എന്തോ. ഇതാരാണാവോ ഈ നേരത്ത്? ബാടോ, എങ്ങോട്ട്? താനെന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ദേതു, മര്യാദ ഞാൻ തിരിച്ചു കൊണ്ടാക്കിയതോ? എടോ, താൻ കരുതുന്ന പോലെ ഒന്നും അല്ല, ഇത് എന്റെ വീടാ. ഓഹോ, താൻ കള്ളല്ലോ. താൻ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? മര്യാദയ്ക്ക് ഞാൻ തിരിച്ചു കൊണ്ടാക്കിക്കോ, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. എടോ, താൻ കരുതുന്ന പോലെ ഒന്നും അല്ല. പിന്നെ എന്താ? തന്നെ പറ്റി ഇങ്ങനെയെന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ. ദേ, മര്യാദയ്ക്ക് പറഞ്ഞേ, എന്നെ തിരിച്ചു കൊണ്ടാക്കിക്കോ. എടോ, എന്റെ വീട്ടിൽ അമ്മയുണ്ട്. ഉവ്വ, തന്നെ ഒന്ന് കുടിച്ച് വളരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ, നീയായിരുന്നോ? അമ്മ, എന്നതാടാ? അമ്മ പിറകിലോട്ട് നോക്ക്. എന്നതാ? എടാ, നിനക്ക് എന്തെങ്കിലും പറയണ്ട, അകത്ത് കയറിയിട്ട് പറ. എനിക്ക് അടുക്കള പണിയുണ്ട്. അയ്യോ, എന്റെ അമ്മ പിറകിലോട്ട് നോക്ക്. പിറകിൽ എന്നതാ? എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ്? സർപ്രൈസോ? നിന്റെ മാതാവ് ചതിച്ചോ? എടാ മഹാഭാവി, നീ എന്നെ പൊളിക്കെടുക്കാനാണോ ജനിച്ചേ? അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? എന്താ അങ്ങനെ പറഞ്ഞോ? നിന്നെ ഉണ്ടല്ലോ. എടാ മഹാഭാവി, നീ നിന്നാടാ കോളേജ് വിട്ട് കുടുംബത്തിന് നാണക്കേടുണ്ടാക്കാൻ. അമ്മ, ഇത് അമ്മ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല. ഇത് സീന് വേറെയാ. ആടാ, സീന് വേറെയാ. കോളേജിൽ തന്നെ ഉണ്ടാക്കുന്ന പോയിട്ട് ഇപ്പൊ പെൺകുട്ടിനെ വീട്ടിൽ വിളിച്ചിട്ട് വന്നാടാ നീ. അയ്യോ അമ്മ, ഇത് അമ്മ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല. ഇത് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? നീ ഇനി ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണ്ട. തൊന്തയും തള്ളെ മാനം കെടുത്താൻ. എന്താ കുടുംബസമയത്ത് എല്ലാവർക്കും ഭർത്തായോ? ദേതു, നീ കൊച്ചിനെ എവിടെ നിന്നാണ് വിളിച്ചിട്ടുണ്ട് അവിടെ കൊണ്ട് ആക്കിയിട്ട് നീ വീട്ടിൽ കയറ്റാൻ മതി. പക്ഷേ നിനക്ക് എന്നത്തിന്റെ കയറി ഇവന്റെ കൂടെ ഇറങ്ങി വരാൻ? മോളെ, അമ്മച്ചി പറയുന്ന കേക്ക്. മോളെ കണ്ടിട്ട് നല്ല കുടുംബത്തിൽ പറഞ്ഞ കൊച്ചിനെ പോലെയുണ്ട്. അതുകൊണ്ടാ പറയുന്നത്. ഇവന് മോളെ നോക്കാനുള്ള ശേഷിയില്ലെന്നേ. ദേ, ഇവനെ പ്രസവിച്ച് ഞാനാ പറയുന്നത്. ഇവൻ അതിനുള്ള കഴിവില്ല. അമ്മേ, നിങ്ങളത് എന്തൊക്കെയാ പറയുന്നേ? നീ മിണ്ടരുത്. ഇവിടെ ഒരു അക്ഷരീന് മിണ്ടിയാലേ ചൂടിന്റെ പകരം ഓലക്കായിരിക്കും നിനക്ക് മറുപടി പറയുന്നത്. അയ്യോ ആന്റി, ഇത് ആന്റി ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല കാര്യം. മോളെ, അമ്മച്ചി ഈ പ്രായം കടന്ന വന്ന് ഈ പ്രേമമൊക്കെ ഈ ടൈമിലൊരു സുഖമായിരിക്കും. പക്ഷേ ഈ ഒളിച്ചോട്ടൊന്നും വേണ്ട. ഒരു സമയമാകുമ്പം വീട്ടുകാരോടൊക്കെ പറഞ്ഞ് നടത്തുന്നതല്ലേ നല്ലത്. അത് മാത്രമല്ല മോളെ, ഇവനെ പോലുള്ള കിഴങ്ങിനെ കയറി പ്രേമിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങളിത് എന്തൊക്കെയാ പറയണേ? അങ്ങനെയൊന്നും അല്ല കാര്യം. ഇതാ ഞാനന്ന് പറഞ്ഞ ജാൻവി. നിനക്കതൊന്ന് നേരത്തെ പറഞ്ഞിട്ടായിരുന്നു. അതിന് നിങ്ങൾ എന്നെ പറയാൻ വിട്ടിട്ട് വേണ്ടേ? കൊച്ചിനെ പറ്റി എന്ത് വിചാരിച്ച് കാണോ ഉണ്ടോ? മോളെ, അപ്പം മോളായിരുന്നല്ലേ ജാൻവി? ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. എന്റെ കൂടെ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോ തെറ്റിദ്ധരിച്ചു പോയതാ. മോളൊന്നും കാര്യമില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണ. മോളൊന്നും കാര്യക്കണ്ട. നീ എന്താടാ അവിടെ കയറി നിൽക്കുന്നേ? ഇവിടെ കയറി വന്നേ. മോള് വാ.
മോളിരിക്ക്, അമ്മച്ചി പോയി ചായ എടുത്തിട്ട് വരാം. അയ്യോ അമ്മ, അതൊന്നും വേണ്ട. ഇങ്ങോട്ടാ വരണേന്നൊന്നും പറഞ്ഞില്ല. ഇപ്പൊ തന്നെ ലേറ്റായി. ഇവിടെ അല്ലെങ്കിലും ഒന്നും പറയത്തില്ലെന്നേ. പിന്നെ ലേറ്റായി മോൾ ഇവിടെ കിടന്നു. ഇവരിത് ആക്കും. എന്റെ പൊന്നമ്മ, നിങ്ങൾ ചോളമാക്കാതെ. മോള് വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. അമ്മയുടെ സംസാരം കണ്ടതൊന്നും ഇതിനു മുന്നേ ജാൻവി കണ്ടതുപോലെയാണല്ലോ. ഒന്ന് പാടാ, അതിന് നേരത്തെ കാണണമെന്നൊന്നുമില്ല. നിനക്ക് കണ്ടില്ലെന്ന് പറഞ്ഞു. മോള് വാ, അമ്മച്ചി മോക്ക് ഭക്ഷണം എടുത്തിട്ട് തരാം. അയ്യമ്മേ, അതൊന്നും വേണ്ട. വെറുതെ ഒന്നും പറയണ്ട. മോള് വാ. അമ്മ ഇത് ഒരുപാടുണ്ടല്ലോ. എന്തിനാ അമ്മ ഇത്രയും ബുദ്ധിമുട്ടി? ദേ മോളെ, ഇത്ര നേരം എന്നെ എന്താ വിളിച്ചത്? അമ്മന്നല്ലേ? ഇപ്പൊ മോളുടെ അമ്മയെ തരുന്നെന്ന് കരുതി കഴിച്ചോ. ഓ, എന്തൊരു സ്നേഹം. ഇത് കണ്ട അമ്മയുടെ മോളെ ജാൻവിന്ന് തോന്നും. സ്നേഹം കൊടുക്കാനേ സ്വന്തം മോള് തന്നെ ആവണമെന്നൊന്നുമില്ല. സ്വന്തം ചോരയില്ലെങ്കിൽ എന്താ? ജാൻവി എന്റെ മോളല്ലേ, മോള് ഒഴിക്കും. എടാ, അതൊക്കെ ഞാൻ ചെയ്തോളാം. ചെറിയ ജലദോഷമേ ഉള്ളൂ, നീ ഒന്നങ്ങ് മാറിക്കേ. ദേ അമ്മേ, എനിക്ക് വയ്യാത്ത സമയത്ത് അമ്മേനെ നല്ലപോലെ നോക്കിയില്ലേ? അപ്പോ ഒരു മകന്റെ കടമയെ ഞാനും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എന്റെ അമ്മ അവിടെ മിണ്ടാണ്ടിരുന്നാ മതി കേട്ടോ. ഒവ്വ, എനിക്ക് അത്ര വയ്യായികൊന്നുമില്ല. ഇതൊരു ആവി എടുത്താൽ തീരുന്നതേ ഉള്ളൂ. ആയിക്കോട്ടെ, അമ്മ ഇപ്പൊ അവിടെ ചുമ്മാ ഇരുന്നാ മതി കേട്ടോ. എടാ, നീ ഇന്നലെ രാത്രി എങ്ങോട്ടാ പോയേ? എങ്ങോട്ട് പോകാൻ? ഞാനൊരിടത്തും പോയില്ല. അമ്മ എന്താ ഇപ്പൊ അങ്ങനെ ചോദിച്ചേ? അപ്പൊ നീ ഇന്നലെ ഒരിടത്തും പോയില്ലേ? ഇന്നലെ ഞാൻ വെറുതെ കാറ്റ് കൊള്ളാനല്ലാണ്ട് ഞാനൊരിടത്തും പോയില്ല. കാറ്റ് കൊള്ളാൻ നീ എന്തിനാടാ ഏതോനെ വിളിച്ചോണ്ട് പോയേ? ഞാനപ്പം വിളിച്ചു? ഞാനൊന്നും വിളിച്ചില്ല. അപ്പോ ഏതോന്റെ അമ്മ എനിക്ക് തോന്നിയതാവും അല്ലേ? അതാണ് തോന്നിയതാവും, അല്ലാണ്ട് ഞാനങ്ങോട്ട് പോവാൻ. അത് ഈ രാത്രി ധ്രുവ, നിന്നെ ഞാൻ ഇന്ന് വരെ തല്ലിയിട്ടില്ല. അതെന്നെ കൊണ്ട് ചെയ്യിപ്പില്ല. അത് മാത്രമല്ല, നിന്റെ ഡ്രസ്സ് നല്ല അഴുക്കായിരുന്നു. ഡാ, ഇവിടെ തല്ലുണ്ടാക്കാൻ പോയതാണോ? അയ്യോ അമ്മ, അങ്ങനെയൊന്നും അല്ല. ഞാൻ ഒരാളെ കാണാൻ പോയതാ. ഈ രാത്രി നീ ആരെ കാണാനാ പോയെ? അത് അമ്മയ്ക്കറിയാം. ഞാൻ എങ്ങനെയാ നീ കാണാൻ പോയ ആളെ അറിയുന്നത്? നീ കിടന്ന് ചിണങ്ങാതെ കാര്യം പറയടക്ക. അത് ഞാൻ ചെറുതായിട്ട് ഇന്ദുവിന്റെ വീട്ടിൽ പോയതാ. എന്റെ ഗുരുവായൂരപ്പ, നീ എന്തിനാണ് ഈ പാതിരത്തേക്ക് ആ കൊച്ചിന്റെ വീട്ടിൽ പോയെ? ഈശ്വര, ആ കൊച്ചിന്റെ അമ്മ എന്ത് വിചാരിച്ചു കാണും? അതിന് ഇന്ദുവിന്റെ അമ്മ കണ്ടിട്ട് വേണ്ടേ? പിന്നെ നീ എങ്ങനെയാ ആ കൊച്ചിനെ കണ്ടേ? ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണേലും നൈസായി ഒന്ന് മതില് ചാടി. എന്റെ ഈശ്വര, നിനക്കിത് എന്തിന്റെ കേടാടാ ചക്ക? വല്ലവരും കണ്ടിരുന്നേ കള്ളനാണെന്ന് വിചാരിച്ചു അവിടെ കെട്ടിവെച്ചേനെ. ഏയ്, അതിന് അമ്മയുടെ മോൻ അനുവദിച്ചിട്ട് വേണ്ടേ? അമ്മയുടെ മോനല്ലേ ഞാൻ. അങ്ങനെ ഉണ്ടാവാൻ ഞാൻ അനുവദിക്കുവോ? ഇതേ ചക്ക, ഒരൊറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ, നിന്റെ സംസാരം കേട്ടാ ഓസ്കാർ വാങ്ങിച്ച പോലെയാണല്ലോ. ഈശ്വര, ഇത് നിന്റെ അച്ഛൻ അറിഞ്ഞാലുണ്ടല്ലോ. നല്ല കാര്യം പറയുമ്പോ എന്തിനാ അമ്മേ ആ കാലമാടന്റെ പേരൊക്കെ എടുത്തിടുന്നേ? ദേ ധ്രുവ, എന്റെ കയ്യിന്ന് വാങ്ങും നീ. അല്ല, നീ എന്തിനാ ഇപ്പൊ ആ കൊച്ചിനെ കാണാൻ പോയെ? അതൊക്കെ ഉണ്ട്. ഇപ്പൊ എന്റെ അമ്മക്കുട്ടി അതൊന്നും ചിന്തിക്കണ്ട കേട്ടോ. എടാ, ഞാൻ ഇനി എന്തൊക്കെ കാണണം? ഡോണ്ട് വറി മദർ, എനിക്കിത് ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. ഇപ്പൊ എന്റെ സുന്ദരിയമ്മ പോയി ചെന്ന് റെസ്റ്റ് എടുത്തേ. അപ്പോ ശരിയെന്നാ, പോട്ടെ. ഏതു? എന്താണ്? താങ്ക്സ്, ഇന്ന് എന്നെ വീട്ടിലോട്ട് വിളിച്ചതാണ്. ഏയ്, അതൊന്നും വേണ്ട. താൻ പോവാൻ നോക്ക്, ഓൾറെഡി ലേറ്റ് ആയില്ലേ. അപ്പോ ശരിയെന്ന്, പോട്ടെ. ജാൻവി, ഒരു മിനിറ്റ്. എന്തു പറ്റിയത്? എനിക്ക് സിനിമയെ കാണുന്ന പോലെ പറയാനൊന്നും അറിയത്തില്ല. നമ്മുടെ പഠിത്തമെല്ലാം കഴിഞ്ഞ് എനിക്കും തനിക്കൊരു ജോലിയായ ശേഷം ഞാൻ എൻ്റെ അമ്മച്ചിയെ വിളിച്ചോണ്ട് വരട്ടെ?
ഇത് ഞാൻ താൻ ഇപ്പൊ തന്നെ പറയണമെന്നൊന്നും ഞാൻ പറയില്ല. സമയമെടുത്ത് ആലോചിച്ച് പറഞ്ഞാൽ മതി. അതിപ്പം എന്തായാലും തനിക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് അറിയാം. പക്ഷെ അതിപ്പോ തന്നെ പറയണമെന്നില്ല. ഇനിയിപ്പോ അത് പറയണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാൻ പോട്ടെ. ഇതെന്താ മോളെ പതിവില്ലാതെ ഈ നേരത്തൊരു പ്രാർത്ഥന? സിസ്റ്റർ അല്ലേ പറഞ്ഞിട്ടുള്ള നമ്മുടെ മനസ്സിലുള്ള സങ്കടം കർത്താവിനോട് പറഞ്ഞാൽ ഒരാശ്വാസം കിട്ടുമെന്ന്. എന്താ എൻ്റെ മോക്ക് പറ്റിയേ? ഏയ് അങ്ങനെയൊന്നുമില്ല. എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ ഞാൻ കരുതിയത് എനിക്കിനി ആരും കാണത്തില്ലെന്ന്. പക്ഷെ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഹിന്ദു വന്നു, ഹിന്ദുവിൻ്റെ അമ്മ. ഇപ്പോൾ ഏത് എനിക്ക് അർഹിക്കാത്തതൊന്നാ സ്നേഹം. ഞാൻ സ്നേഹിച്ചതല്ല എന്നെ ഉപേക്ഷിച്ച് പോയിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാ ആ സ്നേഹത്തിന് വേണ്ടി. ഇന്ന് യദുവിൻ്റെ അമ്മ എന്നെ ബാനോളം സ്നേഹിച്ചു, എന്നെ സ്വന്തം മോളെ പോലെ ചേർത്ത് പിടിച്ചു. അപ്പോൾ ഞാൻ ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി എനിക്കൊരു അമ്മ ഉണ്ടായിരുന്നെങ്കിലെന്ന്. മോളെ നിന്റെ സങ്കടം മറ്റാരെക്കാളും എനിക്കറിയാം. നീ ഞങ്ങളെ കുഞ്ഞല്ലേ. മോള് സങ്കടപ്പെടാതെ, കർത്താവ് എല്ലാത്തിനും ഒരു പരിഹാരം കാണിച്ചു തരും. Check. I'm a South Indian. I'm gonna tell you about a girl who's pretty. Oh, her original name is Vandana. She got beautiful eyes and she's witty. Oh, but right now she's gonna be my sweetie. Oh, my sweetie. Oh, my sweetie. Sweetie. ജീവിതം തുടങ്ങി ഞാൻ നിന്നെയെന്നു കണ്ട നാൾ സ്നേഹശ്യാമമേഘമോ നീ. ഹേ കൂട്ടുകാരിയാകുവാൻ പാട്ടുമൂളിപ്പാടുവാൻ കൂടെ ഇന്ന് പോരുമോ നീ. ഹേ മിഴി തുറന്നു കാണുവാൻ കനവ് കണ്ടുറങ്ങുവാൻ വേഗമിങ്ങ് പോരുമോ നീ. കാറ്റുപോലെ വന്നു ഞാൻ വീശിടുന്നു മൗനമായി എന്റെ ഉള്ളറിഞ്ഞുവോ നീ. ഓ എന്നെ കാത്തിരിക്കുവാൻ എന്നും ഓമനിക്കുവാൻ എന്നും എന്റേതാകുവാൻ ലൈഫ് സ്റ്റൈൽ മാറ്റിവാ എന്റെ സ്വപ്നമാകുവാൻ. ഒന്ന് കൊഞ്ചിയാടുവാൻ ഒന്ന് പുഞ്ചിരിക്കുവാൻ എൻജോയ് ചെയ്യുവാൻ ലൈഫ് സ്റ്റൈൽ മാറ്റിവാ.